ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ പോകുന്നത് 1910 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്തേക്കാണ്. ആലിക്കെട്ടുന്ന ഒരു ഗ്രാമം, വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. നമ്മുടെ ഈ കഥ നടക്കുന്ന ഈ സമയത്ത് രാവിലെ പോലും ആളുകൾക്ക് അവരുടെ കുടിലുകളിൽ നിന്നും പുറത്തിറങ്ങുവാൻ ഭയമായിരുന്നു. അവരുടെ കുടിലുകളുടെ വാതിലുകൾ ദുർബലമെങ്കിൽ അന്ന് രാത്രിയിൽ ആ കുടിലിലെ ആരെങ്കിലും കൊല്ലപ്പെടുമെന്നത് തീർച്ച. നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജനാലയ്ക്കപ്പുറത്തുള്ള ആ അഗാധമായ ഇരുട്ടിൽ അവരെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രാമത്തിലേക്ക് തുറിച്ചു നോക്കുന്ന മഞ്ഞ കണ്ണുകൾ അവർ വ്യക്തമായി പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഗ്രാമത്തിൽ നിന്നും പിടിച്ചുകൊണ്ടുപോകുന്ന ആളുകളെ കൊന്ന് ഭക്ഷിച്ചതിന് ശേഷം വലിയ മരത്തിൻ്റെ മുകളിൽ ശരീരം പ്രദർശിപ്പിച്ച് വെക്കാറാണ് ഈ നരഭോജിയുടെ രീതി. ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ ആളുകൾ ഈ കടുവയെ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്, ദ ഗോസ്റ്റ് ഓഫ് അലിഘട്ട്. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ജിം കോർബറ്റിൻ്റെയോ കെന്നറ്റ് ആൻഡേഴ്സൻ്റെയോ കഥയല്ല, മറിച്ച് അക്ബർ ഖാൻ എന്ന ഇന്ത്യൻ വേട്ടക്കാരൻ്റെ കഥയാണ്. അതിസാഹസികമായി അദ്ദേഹം ആ കടുവയെ കൊന്ന കഥയാണ്. കഥ കേൾക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. തീർന്നു കഴിഞ്ഞാലും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് കൃത്യമായി ലഭിച്ചില്ല എന്ന് വരും. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് 1910 അവിടുത്തെ മധ്യപ്രദേശിലെ സിയോൺ എന്ന പ്രദേശത്തേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ പ്രദേശത്തിന് ചുറ്റും ധാരാളം ഗ്രാമങ്ങളുണ്ടായിരുന്നു. അന്നത്തെ ഗ്രാമീണ ജീവിതം അത്രയും ശാന്തവും ലളിതവുമായിരുന്നു. നേരം വെളുക്കുമ്പോൾ തന്നെ ഗ്രാമീണർ തങ്ങളുടെ പാടങ്ങളിലേക്ക് ഇറങ്ങും. കഠിനാധ്വാനത്തിന് ശേഷം ഉച്ചയോടെ പണികൾ തീർത്ത് സന്ധ്യയാകുമ്പോഴേക്കും എല്ലാവരും തങ്ങളുടെ വീടുകളുടെ സുരക്ഷിതത്തിലേക്ക് മടങ്ങിയെത്തും. കാറ്റിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന മണ്ണിൻ്റെ ഗന്ധവും ദൂരെ കാടുകളിൽ നിന്നും കേൾക്കുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും കളകളാരവും ആ ഗ്രാമത്തിൻ്റെ താളമായിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തങ്ങളുടെ ജീവിതം പാടെ മാറിമറിയുവാൻ പോകുകയാണ് എന്ന് ആ പാവം മനുഷ്യർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്നും സിയോണിലെ ആ കാടുകളിലേക്ക് പോകുവാൻ അവിടുത്തെ ആളുകൾക്ക് എന്നും ഭയമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരം ഒന്ന് വിറയ്ക്കും. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന ഈ സംഭവം നടന്നിട്ട് കാലമേറെയായി. നമ്മൾ ഇനിയും പറയാൻ പോകുന്ന ഈ സംഭവമാണ് അവിടെ ആദ്യത്തെ സംഭവം എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അന്ന് എന്നത്തെയും പോലെ ഒരു സാധാരണ ദിവസമായിരുന്നു. ഗ്രാമത്തിൽ നിന്നും ഒരു രാട്ടിടയൻ തൻ്റെ പശുക്കളെയും ആടിനെയും കൊണ്ട് സാധാരണ പോകുന്ന പോലെ തന്നെ അവൻ കാടിൻ്റെ അതിരിലേക്ക് പോയി. അവൻ്റെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു, അവൻ്റെ ആടുകളെയും പശുക്കളെയും എല്ലാം മേയ്ക്കാൻ വിടണം. അവിടെ ധാരാളം പുല്ലുകൾ വളർന്നു നിൽക്കുന്നുണ്ട്. അവൻ വർഷങ്ങളായി തൻ്റെ ആടിനെ മേയിച്ചുകൊണ്ട് അതുവഴി പോകുന്നതാണ്. സ്ഥിരം പോകുന്ന വഴിയാണ്. അവിടെ ധാരാളം ഉണങ്ങിയ ഇലകൾ കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൂടെ കാല് വെച്ചുകൊണ്ടാണ് അവൻ നടക്കുന്നത്. ഉണങ്ങിയ ഇലകൾ ഞെരിഞ്ഞമരുമ്പോഴുണ്ടാകുന്ന ശബ്ദം ഇപ്പോൾ ദൂരെ നിന്ന് പോലും കേൾക്കുവാൻ സാധിക്കും. അവൻ മേയിച്ചുകൊണ്ട് പോകുന്ന ആ കന്നുകാലികളുണ്ടല്ലോ, ആ കന്നികളുടെ കഴുത്തിലും മറ്റും ഈ മണിയുണ്ടല്ലോ, മണികളും മറ്റും കെട്ടിത്തൂക്കിയിട്ടിരുന്നു. പിന്നെ അവൻ്റെ കയ്യിൽ ഒരു ഊന്നുവടിയും ഉണ്ടായിരുന്നു, തടി കൊണ്ട് നിർമ്മിച്ച. അങ്ങനെ ഈ കന്നുകാലിയുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഈ മണിയുടെ കിലുക്കവും ആ വടി ഊന്നി നടക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദവും ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ആ വനത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് വൈകുന്നേരമായിട്ടും അവൻ വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല. സാധാരണ ഇത്തരം കഥകൾ നമ്മൾ ഇതിനു മുന്നേയും കേട്ടിട്ടുള്ളതാണ് അല്ലേ? അന്നത്തെ കാലത്ത് ഇതത്ര അപരിചിതമൊന്നുമായിരുന്നില്ല. വീട്ടുകാർ ആദ്യം കരുതിയത് അവൻ എവിടെയെങ്കിലും തങ്ങുകയായിരിക്കും എന്നാണ്, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന്. അങ്ങനെയൊക്കെ ചിന്തിച്ച് അവർ സ്വയം ആശ്വസിച്ചു. ഹേയ്, എവിടെ പോകാനാണ്, ഇപ്പം വരും അവൻ.
അവർ പരസ്പരം അത് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ആ രാത്രി കടന്നുപോയി. നേരം വെളുത്തു. എന്നിട്ടും അവൻ അവിടേക്ക് തിരിച്ചെത്തിയില്ല. അതുമാത്രമല്ല, അവനെപ്പറ്റി അവർക്ക് യാതൊരു വിവരവും ഉണ്ടായിരുന്നതുമില്ല. ഗ്രാമത്തിലെ ആളുകൾ ഈ വാർത്തയറിഞ്ഞ് അസ്വസ്ഥരാകാൻ തുടങ്ങി. ആ ഭയം മെല്ലെ മെല്ലെ ആ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലേക്കും പടർന്നു. ഒടുവിൽ ഗ്രാമത്തിലെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അവനെ കണ്ടെത്താൻ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു. എന്നിട്ട് അവനെ തിരക്കി ആ കാട്ടിലേക്ക് പുറപ്പെട്ടു. ആരെയെങ്കിലുമൊക്കെ കാണാതായി കഴിഞ്ഞാൽ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന അതേ രീതി തന്നെയാണ് ഇവിടെയും അവർ പിന്തുടർന്നത്. അങ്ങനെ ആ തിരച്ചിൽ സംഘം ഗ്രാമത്തിൽ നിന്നും കാണാതായ ആ ഇടയനെ തേടി വനത്തിലേക്ക് പ്രവേശിച്ചു. വനത്തിലൂടെ അല്പം ദൂരം ചെന്നപ്പോൾ തന്നെ അവർ ആ കാഴ്ച കണ്ടു. അത് അവരുടെ രക്തം മരവിപ്പിക്കുവാൻ പോകുന്ന ഒന്നായിരുന്നു. അവിടുത്തെ പച്ചമണ്ണിൽ ആരെയോ ബലമായി വലിച്ചിഴിച്ചു കൊണ്ടുപോയ പാടും ചുറ്റും ചിതറിക്കിടക്കുന്ന രക്തത്തുള്ളികളുമായിരുന്നു അത്. ആ മണ്ണിൽ പടർന്ന ഇരുണ്ട ചുവപ്പ് നിറം കണ്ടപ്പോൾ തന്നെ എന്തോ വലിയ അപകടമുണ്ടായി എന്ന് അവർക്ക് മനസ്സിലായി. ഏതോ വന്യമൃഗം അവനെ ആക്രമിച്ചു എന്നും അവനെ വലിച്ചിഴച്ചുകൊണ്ട് വനത്തിൻ്റെ അഗാധങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നും അവർക്ക് മനസ്സിലായി. എങ്കിലും കാടിനോട് ചേർന്ന് താമസിക്കുന്നവർക്ക് ഇത്തരം വന്യമൃഗ ആക്രമണങ്ങളെല്ലാം പുതുമയുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് വനമല്ലേ, വനത്തിലെ കടുവയോ പുലിയോ അവനെ പിടിച്ചുകൊണ്ടുപോയതായിരിക്കാമെന്ന് നിസാരവൽക്കരിക്കുകയും അതിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥ ഭീകരത തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇടയനെ കാണാതായി 3 ദിവസത്തിന് ശേഷം മറ്റൊരു മനുഷ്യൻ കൂടി അപ്രത്യക്ഷനായി. ഇത്തവണ സംഭവം നടന്നത് കാടിനുള്ളിൽ വെച്ചല്ല, മറിച്ച് ഗ്രാമത്തിന് തൊട്ടടുത്ത് നിന്നാണ്. ആദ്യത്തെ ആളുടെ ശരീരം ഇതുവരെയും പൂർണ്ണമായി കണ്ടെത്താൻ അവിടെയുള്ള ഗ്രാമീണർക്ക് ഇതുവരെ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഒരു രണ്ടാമത്തെ ആക്രമണം കൂടി ആ ഗ്രാമത്തിൽ അരങ്ങേറുന്നത്. ഈ രണ്ടാമത്തെ സംഭവം കൂടി അരങ്ങേറിയപ്പോൾ ആ ഗ്രാമത്തിലെ ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതത്ര നിസാര കാര്യമല്ല, സംഗതിയിൽ അല്പം വശപ്പിശകുണ്ട്. അപ്പോഴേക്കും അന്തരീക്ഷത്തിൽ ഭയത്തിൻ്റെ വല്ലാത്ത ഗന്ധം പടർന്നു തുടങ്ങിയിരുന്നു. ഗ്രാമം മുഴുവൻ ഇപ്പോൾ ഒരുതരം മരവിച്ച അവസ്ഥയിലായിരുന്നു. ആരുടെയും മുഖത്ത് ചിരിയില്ല. എല്ലാവരുടെയും മുഖത്ത് ഒരുതരം ജാഗ്രതയും ഭയവും മാത്രം. പക്ഷേ മൂന്നാമത് ഒരു സംഭവം കൂടി ഉണ്ടായപ്പോൾ അത് സിയോണിലെ ആ മനുഷ്യരുടെ സകല ധാരണകളും തകർത്തു കളഞ്ഞു. ഇത്തവണയും ഒരാളെ കാണാതായി. ഗ്രാമവാസികൾ പതിവ് പോലെ കൂട്ടമായി ഇറങ്ങി. കയ്യിൽ കിട്ടിയ വടികളും തീപ്പന്തങ്ങളും അവർ എടുത്തു. ആ കാടിൻ്റെ ഉള്ളിലേക്ക് അവർ നടന്നു നീങ്ങി. വനത്തിലൂടെ ഓരോ അടി വെച്ച് അവർ മുന്നിലേക്ക് നടന്നു നീങ്ങുമ്പോഴും നിലത്ത് വീണ് കിടക്കുന്ന ഉണങ്ങിയ ഇലകളിൽ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദമുണ്ടല്ലോ, അതവരുടെ മനസ്സിലേക്ക് ഭയം കോരിയിടുന്നുണ്ടായിരുന്നു. അങ്ങനെ തികച്ചും നിശബ്ദമായി കിടക്കുന്ന ആ വനത്തിലൂടെ കാണാതായ ആളെ അന്വേഷിച്ച് അവർ മുന്നിലേക്ക് നടന്നു. വനത്തിൽ ചെറിയ കാറ്റ് വീശുമ്പോൾ മരങ്ങൾ തമ്മിലുരസുമ്പോഴുണ്ടാകുന്ന ശബ്ദമുണ്ടല്ലോ, ആ ചെറിയ മർമ്മര ശബ്ദം, അതുപോലും കടുവയുടെ ഗർജനം പോലെയാണ് അവർക്ക് തോന്നിയത്. അവർ ആ കാടിൻ്റെ ഉള്ളിലേക്ക് എത്തിയതും അവർ തിരച്ചിൽ തുടർന്നു. സാധാരണയായി ഒരു മൃഗം ഒരാളെ പിടിച്ചാൽ നിലത്തുകൂടി വലിച്ചിഴച്ചുകൊണ്ടാണ് പോകാറ്. നിലത്ത് വലിച്ചിഴച്ച പാട് കാണാം, അല്ലെങ്കിൽ നിലത്ത് ചിതറിക്കിടക്കുന്ന രക്തത്തുള്ളികൾ കാണാം. അതുമല്ല എങ്കിൽ അവിടെ എവിടെയെങ്കിലും വസ്ത്രത്തിൻ്റെ കീറിയ കഷ്ണങ്ങൾ കാണാൻ കഴിയും. പക്ഷേ അവിടെ ഒരു അടയാളം പോലും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം അവിടേക്ക് തിരച്ചിൽ നടത്താൻ എത്തിയ ആളുകൾക്കുള്ളിലേക്ക് പല ചോദ്യങ്ങളും ഉയർത്തി. ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഒരു മനുഷ്യനെ ഇത്രയും ലാഘവത്തോടെ എങ്ങനെയാണ് കൊണ്ടുപോകുവാൻ കഴിയുന്നത്? അവരുടെ ഉള്ളിലെ എല്ലാം ഭയം ഇപ്പോൾ ഒരു തീ പോലെ ആളിപ്പടരാൻ തുടങ്ങി. പെട്ടെന്ന് ആ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ വിറയ്ക്കുന്ന കൈകളോടെ മുകളിലേക്ക് തൻ്റെ വിരൽ ചൂണ്ടി. അയാളുടെ തൊണ്ട വറ്റിയിരുന്നു. ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും അയാൾ വിരൽ ചൂണ്ടിയ ആ ഭാഗത്തേക്ക് നോക്കി. മരത്തിന് മുകളിലേക്കാണ് അയാൾ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. എല്ലാവരും ആ വലിയ മരത്തിന് മുകളിലേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച അവരുടെ കണ്ണിനെ വിശ്വസിക്കുവാൻ കഴിയാത്തതായിരുന്നു. നിലത്തല്ല, മറിച്ച് മരത്തിൻ്റെ കടുപ്പമേറിയ ഒരു കൊമ്പിന് മുകളിൽ ആ ഗ്രാമീണൻ്റെ ശരീരം തൂങ്ങിക്കിടക്കുന്നു. അയാളുടെ നട്ടെല്ല് പൂർണ്ണമായും ഒടിഞ്ഞ് ഒരു വില്ല് പോലെ ശരീരം വളഞ്ഞിരിക്കുന്നു.
വയറിൻ്റെ ഭാഗം ആ മൃഗം കടിച്ചു കീറി ഭക്ഷിച്ചിരിക്കുന്നു. ആ കാഴ്ച കണ്ടവരുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർപ്പ് പാഞ്ഞുപോയി. വന്യമൃഗങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ളവരായിരുന്നു ആ ഗ്രാമീണർ. സാധാരണയായി പുള്ളിപ്പുലികളാണ് തങ്ങളുടെ ഇരയെ മറ്റ് മൃഗങ്ങൾ കൊണ്ടുപോകാതിരിക്കുവാൻ മരത്തിന് മുകളിൽ വലിച്ചു കയറ്റാറുള്ളത്. പക്ഷേ ഇതിനെല്ലാം പിന്നിലൊരു പുള്ളിപ്പുലിയല്ല എന്ന് ആ ഗ്രാമീണർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അവർ മരത്തിന് താഴെ പതിഞ്ഞിരിക്കുന്ന പാടുകളിലേക്ക് തങ്ങളുടെ ശ്രദ്ധ തിരിച്ചു. അവിടെ വ്യക്തമായി പക്മാർക്കുകൾ അഥവാ പാദമുദ്രകൾ കാണാൻ കഴിഞ്ഞു. അതെ, അത് ഭീമാകാരമായ ഒരു കടുവയുടെ പാദമുദ്രകളായിരുന്നു. ഒരു കടുവ പുള്ളിപ്പുലിയെപ്പോലെ പെരുമാറുന്നു. ഇരയും കൊണ്ട് മരത്തിന് മുകളിലേക്ക് കയറുന്ന ഒരു കടുവ. അത് ആ പ്രദേശത്ത് മുമ്പെങ്ങും ആരും കേട്ടിട്ട് പോലുമില്ലാത്ത കാര്യമായിരുന്നു. ആ കടുവയ്ക്ക് ഒരുതരം ഭ്രാന്തൻ സ്വഭാവമുണ്ട് എന്ന് അവർക്ക് തോന്നി. അത് വെറുമൊരു കടുവയല്ല എന്നും മറിച്ച് ഒരു പിശാചാണെന്നും അവിടെയുള്ള ഗ്രാമീണർ വിശ്വസിച്ചു. ഓരോ തവണയും ആക്രമണം നടക്കുമ്പോഴും അത് അവിടെ നിന്നും ഇരയെ വലിച്ചിഴച്ചുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്നത് പോലെയാണ് ആ ഗ്രാമത്തിലെ ആളുകൾക്ക് തോന്നിയത്. സിയോണിലെ ആ ഭാഗത്തെ ഗ്രാമങ്ങളിലെ ആളുകൾ ആ കടുവയ്ക്ക് ഒരു പേരിട്ടു. ആ പേരാണ് അലിക്കട്ടിലെ ഭൂതം, ദ ഗോസ്റ്റ് ഓഫ് അലിക്കട്ട്. സിയോണിൽ നിന്നും ഏകദേശം 50-60 കിലോമീറ്റർ അകലെയാണ് പെയിൻസ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ആലിക്കട്ട് എന്ന കൊച്ചു ഗ്രാമമുള്ളത്. അതിൻ്റെ പേരുമായിട്ടാണ് ആ കടുവയുടെ പേര് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആ കടുവ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. 1910 ആലിക്കട്ട് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയല്ല. നിഗൂഢതകൾ നിറഞ്ഞ ഒരു കൊടുങ്കാടായിരുന്നു. അങ്ങനെയുള്ള കൊടുങ്കാടിനുള്ളിലാണ് ആ കൊച്ചു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ആ ഗ്രാമത്തിലെ ആളുകൾ വിശ്വസിച്ചിരുന്നത് കാടിൻ്റെ മുക്കിലും മൂലയിലും ആ ഭൂതം തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ആ ചിന്ത കൊണ്ട് തന്നെ ആയിരിക്കാം അവിടുത്തെ ആളുകൾ ഗ്രാമത്തിൻ്റെ കുഴികളിൽ തന്നെ തളയ്ക്കപ്പെട്ടത്. നേരം ഇരുട്ടി തുടങ്ങുമ്പോൾ തങ്ങളുടെ കുടിലിൻ്റെ ജനലുകൾക്കപ്പുറത്തെ ആ ഇരുട്ടിൽ തിളങ്ങുന്ന കണ്ണുകൾ തങ്ങളെ തേടി വരുമെന്ന് അവർ ഭയന്നിരുന്നു. അങ്ങനെ ആ കടുവയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ആ ഗ്രാമത്തിലെ ആളുകൾ ഒരു തീരുമാനമെടുത്തു. ഇനിയും തങ്ങളെ രക്ഷിക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ സഹായം തേടുകയല്ലാതെ മറ്റു വഴികളൊന്നും അപ്പോൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഗ്രാമത്തിൽ നിന്നും ഗ്രാമത്തലവൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ താമസിക്കുന്ന സെറ്റിൽമെൻറ്റ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അധികം വൈകാതെ തന്നെ അവർ ആ സെറ്റിൽമെൻറ്റിൽ എത്തിച്ചേർന്നു. അവരുടെ സങ്കടങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരോട് ബോധിപ്പിച്ചു. സാഹിബ്, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു പിശാച് ഇറങ്ങിയിട്ടുണ്ട്. അത് കടുവയാണോ അതോ ഭൂതമാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. അത് ഇരയെ മരത്തിന് മുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഗ്രാമത്തിലെ ആളുകൾ വന്ന് ഇത് ബ്രിട്ടീഷുകാരോട് പറഞ്ഞപ്പോൾ ആദ്യം ബ്രിട്ടീഷുകാർ ഇത് കേട്ട് അവരെ പരിഹസിച്ച് കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തത്. ഹ, കടുവ മരത്തിൽ കയറുമെന്നോ? നിങ്ങൾക്കെന്താ വട്ടാണോ? നിങ്ങൾ കണ്ടത് ഒരു പക്ഷേ പുള്ളിപ്പുലിയായിരിക്കാം. ഇതും പറഞ്ഞ് വീണ്ടും വീണ്ടും ബ്രിട്ടീഷുകാർ അവിടേക്ക് വന്ന ഗ്രാമീണരെ കളിയാക്കുവാൻ തുടങ്ങി. എന്നാൽ ഗ്രാമീണരുടെ മുഖത്തെ ആ തീവ്രമായ ഭയത്തിന് യാതൊരു ശമനവും ഉണ്ടായില്ല. അത് കണ്ടപ്പോൾ അവർക്കത് പരിശോധിക്കണമെന്ന് തോന്നി. ഇനിയും ഈ ഗ്രാമത്തിലെ ആളുകൾ വന്നു പറയുന്നതിന് വല്ല വാസ്തവമുണ്ടോ എന്ന് അറിയണമല്ലോ. ആ ക്യാമ്പിലെന്ന് അഹങ്കാരികളായിരുന്ന കുറച്ച് വേട്ടക്കാരുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ. അവർ കേട്ട പാതി കേൾക്കാത്ത പാതി തങ്ങളുടെ റൈഫിലുകൾ എടുത്തുകൊണ്ട് ആലിക്കട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോഴും അവർ അറിഞ്ഞിരുന്നില്ല അവർ ഏറ്റുമുട്ടുവാൻ പോകുന്നത് സാധാരണ ഒരു മൃഗത്തോടല്ല എന്ന്. ഗ്രാമത്തിലേക്ക് വന്നെത്തിയ ആ ബ്രിട്ടീഷുകാരുണ്ടല്ലോ, അവരടുത്തുള്ള വനത്തിൽ ഏകദേശം 10 ദിവസമാണ് ചെലവഴിച്ചത്. അവിടെയുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ അവർ മച്ചാനടിച്ചു. അതിൻ്റെ മുകളിൽ ഇരുന്നാണ് അവർ കടുവയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. അങ്ങനെ അവർ അവിടെ ചെലവഴിച്ചത് 10 രാത്രികളാണ്. മച്ചാനിലിരുന്ന് അവർക്കൊന്നും തന്നെ ചെയ്യുവാനുണ്ടായിരുന്നില്ല. ചുറ്റുപാടുമിരുന്ന് വനത്തെ നിരീക്ഷിക്കുക, കടുവയുടെ ചലനം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക. ചുറ്റും നിബിഡമായ വനം, ഇരുട്ട്, നിശബ്ദത. എന്നാൽ ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ചീവീടുകളുടെ ശബ്ദം അവിടെ ഉയർന്ന് കേൾക്കാമായിരുന്നു. അത് അവരുടെ ചെവികളിലേക്ക് തുളച്ചു കയറുന്നുമുണ്ടായിരുന്നു.
ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ ആത്മവിശ്വാസവും അതോടൊപ്പം അസ്തമിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. രാത്രിയിലെ ആ തികഞ്ഞ നിശബ്ദത അതെങ്ങനെയും സഹിക്കാം. എന്നാൽ അവിടേക്ക് പറന്നെത്തുന്ന കൊതുകുകളുടെ കടി അത് സഹിക്കാൻ പറ്റില്ല. ഇനി എത്ര നാൾ ആ കടുവയ്ക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കണം? മരങ്ങളുടെ ശീലങ്ങൾ അനങ്ങുമ്പോൾ, ഇലകൾ തമ്മിൽ കൂട്ടിയൊരുസുമ്പോഴുണ്ടാകുന്ന മർമ്മരം കേൾക്കുമ്പോൾ ആ കടുവയാകണമേ എന്ന് അവർ ഓരോരുത്തരും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ കടുവ എവിടെ പോയി മറഞ്ഞു എന്ന് അവർ പരസ്പരം പിറുപിറുക്കുവാനും തുടങ്ങി. ഓരോ തവണ ഓരോ അനക്കം കാണുമ്പോഴും, അതായത് മരക്കൊമ്പിലെ അനക്കം കാണുമ്പോഴും തറയിലെ ഇലയനക്കം കാണുമ്പോഴും അവരുടെ കൈവശമുണ്ടായിരുന്ന റൈഫിൽ അവർ മുറുകെ പിടിക്കും. ശബ്ദം കേൾക്കുന്ന ദിക്കിലേക്ക് തങ്ങളുടെ തോക്കും ചൂണ്ടുകയും ചെയ്യും. എന്നാൽ ആ മൃഗം അവരെ കബളിപ്പിക്കുകയായിരുന്നു. അത് ദൂരെ ഇരുട്ടിൽ എവിടെയോ ഇരുന്ന് ഈ വിദേശികളെ നോക്കി പരിഹസിക്കുന്നുണ്ടാവാം. അങ്ങനെ ആ ബ്രിട്ടീഷുകാർ അവിടെ എത്തിയിട്ട് 11 ദിവസമായിരിക്കുന്നു. ഉച്ചവെയിൽ കാടിനെ ചുട്ടുപൊള്ളിക്കുന്ന സമയം. സാധാരണയായി വന്യമൃഗങ്ങളെല്ലാം വിശ്രമിക്കുന്ന നേരം. ബ്രിട്ടീഷുകാർ തങ്ങളുടെ ക്യാമ്പുകളിലിരുന്ന് അടുത്ത നീക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് പെട്ടെന്ന് ഗ്രാമത്തിൻ്റെ അതിരിൽ നിന്നും ആ നിശബ്ദതയെല്ലാം കീറിമുറിച്ചുകൊണ്ട് ഒരു ഭീകരമായ നിലവിളി അവിടെ ഉയർന്നു കേട്ടത്. അതൊരു മനുഷ്യൻ്റെ അവസാനത്തെ അലർച്ചയായിരുന്നു. ആ ശബ്ദം അവിടെ ഉയർന്നു കേട്ടതും ബ്രിട്ടീഷുകാർ തങ്ങളുടെ തോക്കുകളുമായി അങ്ങോട്ട് പാഞ്ഞു. അവരുടെ ബൂട്ട് മണ്ണിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം, ശ്വാസോച്ഛ്വാസത്തിൻ്റെ ശബ്ദവും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടു. പക്ഷേ അവർ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വീണ്ടും ആ കടുവ തൻ്റെ ഇരയുമായി കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. അന്നു വൈകുന്നേരമായപ്പോഴേക്കും അവർ ആ ഭീകരമായ സത്യം ഒരിക്കൽ കൂടി കണ്ടു. ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള ഒരു കൂറ്റൻ പേരാലിൻ്റെ മുകളിൽ ഏറ്റവും ഉയർന്ന കൊമ്പുകളിൽ ഒന്നിൽ ആ കർഷകൻ്റെ ശരീരം രക്തത്തിൽ കുളിച്ച് തൂങ്ങിക്കിടക്കുന്നു. ആ കാഴ്ച കണ്ട ബ്രിട്ടീഷ് ഓഫീസർമാരുടെ മുഖത്ത് അന്ന് കണ്ടത് വെറും ഭയമായിരുന്നില്ല, മറിച്ച് അങ്ങേയറ്റത്തെ നാണക്കേടായിരുന്നു. തങ്ങൾ ഇത്രയും തോക്കുകളും സന്നാഹങ്ങളുമായി ഇവിടെ കാവലിരുന്നിട്ടും തങ്ങളുടെ കൺമുന്നിൽ നിന്നും അവൻ ഇരയും കൊണ്ടുപോയി. ആ കടുവ അവരുടെ മുഖത്തടിച്ചതുപോലെയാണ് അവർക്ക് തോന്നിയത്. തങ്ങളുടെ അഭിമാനത്തിനേറ്റ വലിയൊരു കളങ്കമായിരുന്നു ആ മരത്തിനു മുകളിലെ ആ മൃതദേഹം. നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റാണ് എന്നവർക്കപ്പോൾ ബോധ്യമായി. തങ്ങൾ ഒരു മരത്തിൽ മച്ചാൻ കെട്ടി കാത്തിരിക്കുമ്പോൾ കടുവ മറ്റൊരു മരത്തിന് മുകളിലേക്ക് ഇരയെ എത്തിച്ചത് അവരെ വെല്ലുവിളിക്കുന്നത് പോലെയായിരുന്നു. ഈ കടുവയ്ക്ക് മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ വേഗതയുണ്ടോ? അതോ അത് ഇരയുടെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നുണ്ടോ? ഗ്രാമവാസികൾക്കിടയിൽ ആലിക്കോട്ടിലെ ഭൂതം എന്ന ആ വിശ്വാസം കൂടുതൽ ബലപ്പെട്ടു. ഏതാണ്ട് 15-20 ദിവസത്തെ പരാജയപ്പെട്ട ശ്രമങ്ങൾക്ക് ശേഷം തങ്ങളുടെ തോക്കുകളും വമ്പൻ സന്നാഹങ്ങളുമായി ആ ബ്രിട്ടീഷ് സംഘം അവിടെ നിന്നും പിന്മാറി. അവർക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ ആ ക്യാമ്പിൽ മറ്റൊരു ഓഫീസർ ഉണ്ടായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായ അയാൾ അല്പം കൂടി തൻ്റെടിയും ക്രൂരനുമായിരുന്നു. അയാൾ സഹപ്രവർത്തകരെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശുദ്ധ ബേഷ്കാണ്. ഈ കടുവ ഒരു സാധാരണ മൃഗമല്ല. അവന് മരത്തിൽ കയറാൻ അറിയാം. മരത്തിന് മുകളിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ബുദ്ധി അവനുണ്ട്. അതുകൊണ്ട് ഈ കടുവയെ മുകളിലിരുന്നല്ല, മറിച്ച് നിലത്ത് നിന്ന് തന്നെ നേരിടണം. താൻ മറ്റാരേക്കാളും വലിയ വേട്ടക്കാരനാണെന്ന് തെളിയിക്കാനായി അയാൾ ഒരു അതിസാഹസികമായ തീരുമാനമെടുത്തു. കാടിന് നടുവിൽ നിലത്ത് ഒരു കുഴിയുണ്ടാക്കി അതിനുള്ളിൽ ഒളിച്ചിരുന്ന് കടുവയെ നേരിടുക. മരണത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് ആ കടുവയുടെ ശ്വാസം തൊട്ടടുത്ത് കേൾക്കാവുന്ന ദൂരത്തിൽ ഇരുന്നുള്ള ഒരു വേട്ട. ആ രാത്രി അയാൾ തൻ്റെ പ്ലാനുമായി മുന്നോട്ട് നീങ്ങി. കാടിൻ്റെ വന്യമായ ഗന്ധവും മരണത്തിൻ്റെ മണവുമായി ആ രാത്രി അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അഹങ്കാരിയായ ബ്രിട്ടീഷ് ഓഫീസർ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. മറ്റുള്ളവർ മരത്തിന് മുകളിൽ സുരക്ഷിതമായി ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ കാടിൻ്റെ ആഴങ്ങളിൽ മണ്ണിൽ ഒരു വലിയ കുഴി കുഴിച്ച് അതിനുള്ളിൽ ഇരിപ്പുറപ്പിച്ചു. ചുറ്റും ഉണങ്ങിയ ഇലകളും മരച്ചില്ലകളും കൊണ്ട് അയാൾ തൻ്റെ ഒളിത്താവളം മറച്ചുവെച്ചു. രാത്രിയുടെ കനത്ത ഇരുട്ടിൽ ആ ഇടുങ്ങിയ കുഴിക്കുള്ളിൽ അയാൾ തനിച്ചിരുന്നു.
കയ്യിലൊരു റാന്തൽ വിളക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചം മൺചുമർക്കുള്ളിൽ ഭീകരമായ നിഴലുകൾ തീർക്കുന്നുണ്ടായിരുന്നു. മണ്ണിൽ നിന്നും ഉയരുന്ന നനഞ്ഞ മണവും കാടിൻ്റെ വന്യമായ നിശബ്ദതയും അയാളെ പൊതിഞ്ഞു. തൻ്റെ തന്നെ ശ്വാസോച്ഛ്വാസം ശബ്ദം ആ കുഴികളിൽ വല്ലാതെ മുഴങ്ങുന്നുണ്ടായിരുന്നു. താനൊരു വലിയ വേട്ടക്കാരനാണെന്ന അഹങ്കാരത്തിൽ അയാൾ തൻ്റെ തോക്ക് മുറുകെ പിടിച്ച് ആ ഇരുട്ടിലേക്ക് ഉറ്റുനോക്കിയിരുന്നു. താനൊരു മൃഗത്തെ വേട്ടയാടാൻ ഇരിക്കുകയാണെന്നായിരുന്നു അയാളുടെ വിചാരം. എന്നാൽ യഥാർത്ഥത്തിൽ മരണത്തെയാണ് അയാൾ കാത്തിരുന്നത്. അയാൾ അറിഞ്ഞില്ല നേരം വെളുത്തു. സാധാരണയായി നേരം വെളുക്കുമ്പോൾ അയാൾ ഗ്രാമത്തിലേക്ക് മടങ്ങി വരേണ്ടതായിരുന്നു. പക്ഷേ സൂര്യൻ ഉദിച്ചിട്ടും അയാളെ കാണാതായതോടെ ഗ്രാമീണരുടെ ഉള്ളിൽ തീ പടർന്നു. അവർ ഒരു വലിയ സംഘമായി ആ ഒളിത്താവളത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി. അവർ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവരുടെ സകല ധൈര്യവും ചോർത്തിക്കളയാൻ പോകുന്നതായിരുന്നു. ആ ഒളിത്താവളമാകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. മറയ്ക്കാനായി വെച്ചിരുന്ന ചില്ലകളും ഇലകളും നാലുപാടും ചിതറിക്കിടക്കുന്നു. മണ്ണിൽ അങ്ങോളം ഇങ്ങോളം ആ ഭീകരമായ കടുവയുടെ പാദമുദ്രകൾ പതിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത്തവണ ഒരു മാറ്റമുണ്ടായിരുന്നു. ആ കടുവ തൻ്റെ ഇരയെ മരത്തിന് മുകളിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. ആ ബ്രിട്ടീഷ് ഓഫീസറുടെ ശരീരം ആ തകർന്ന കുഴിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു മനുഷ്യ ശരീരമായിരുന്നില്ല, വെറും മാംസ കഷ്ണങ്ങൾ മാത്രം. കടുവ അയാളെ ഭക്ഷിച്ചില്ല, മറിച്ച് കഷ്ണങ്ങളാക്കി കീറി മുറിക്കുകയായിരുന്നു. തൻ്റെ വർഗത്തെ വേട്ടയാടാൻ ഇറങ്ങിത്തിരിച്ചവനോടുള്ള പകയായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത്. തന്നെ നിരീക്ഷിക്കുന്നവരെ തിരിച്ചു വേട്ടയാടുവാൻ പഠിച്ച ഒരു ബുദ്ധിമാനായ കൊലയാളിയാണ് അത് എന്ന് ഗ്രാമീണർക്ക് മനസ്സിലായി. ഭയം ഓരോ ഗ്രാമീണൻ്റെയും ഹൃദയത്തിൽ വർദ്ധിച്ചു. ആലക്കട്ടിയിലെ ഭൂതം അപ്പോൾ വെറുമൊരു പേരല്ല, അതൊരു മരണത്തിൻ്റെ മറ്റൊരു പര്യായമായി മാറി. ബ്രിട്ടീഷ് ഭരണകൂടം ഈ വാർത്ത കേട്ട് നടുങ്ങിപ്പോയി. തങ്ങളുടെ മികച്ച വേട്ടക്കാരനെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയ ആ മൃഗത്തെ എങ്ങനെ നേരിടണമെന്ന് അവർക്ക് ഒരു നിശ്ചയവുമുണ്ടായിരുന്നില്ല. തോക്കുകൾക്കും സന്നാഹങ്ങൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസമായി ആ കടുവ അപ്പോഴേക്കും മാറി. ഈ സമയത്താണ് പഴയൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. നമുക്ക് വേണ്ടത് കേവലം തോക്കുപയോഗിക്കാൻ അറിയാവുന്നവരെയല്ല, മറിച്ച് ഈ കാടിൻ്റെ ഓരോ തുടിപ്പും അറിയാവുന്ന ഒരാളെയാണ്. മൃഗങ്ങളുടെ പാദമുദ്രകൾ നോക്കി അവയുടെ മനസ്സ് വായിക്കാൻ കഴിവുള്ള ഒരാളെ. അങ്ങനെയാണ് ആ പേര് സിയോണിലെ ആ കാടുകളിൽ ആദ്യമായി മുഴങ്ങുന്നത്. അക്ബർ ഖാൻ. സിയോണിക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു സാധാരണ നാട്ടുവൈദ്യനായിരുന്നു അയാൾ. പക്ഷേ കാടിനെക്കുറിച്ച് അയാൾക്കുള്ള അറിവ് അത്ഭുതകരമായിരുന്നു. കാടിനെ തൻ്റെ വീട് പോലെ കാണുന്ന, മൃഗങ്ങളുടെ ഓരോ ചലനവും തിരിച്ചറിയാൻ കഴിയുന്ന അക്ബർ ഖാൻ അല്ലാതെ മറ്റാർക്കും ആ പിശാചിനെ തളയ്ക്കാൻ കഴിയില്ല എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അവർ ഉടനെ തന്നെ അക്ബർ ഖാനെ തേടി ആളെ അയച്ചു. ഇനിയും ഈ കാട്ടിൽ ഒരു പുതിയ യുദ്ധം തുടങ്ങാൻ പോകുകയാണ്. അങ്ങനെ അക്ബർ ഖാൻ ആ ഗ്രാമത്തിലേക്കെത്തി. സാധാരണ ഒരാൾ ഇത്രയും വലിയൊരു ദൗത്യത്തിൽ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് തൻ്റെ ആയുധങ്ങൾ പരിശോധിക്കുകയായിരിക്കും. പക്ഷേ അക്ബർ ഖാൻ വ്യത്യസ്തനായിരുന്നു. അയാൾ വന്ന ഉടനെ തോക്കെടുത്ത് കാട്ടിലേക്ക് ഓടുകയല്ല ചെയ്തത്. പകരം അയാൾ ഓരോ സംഭവ സ്ഥലത്തും സന്ദർശിക്കാൻ തീരുമാനിച്ചു. ആ കൊലയാളി എവിടെയാണ് ആദ്യം ഒരാളെ കൊന്നത്, എവിടെയാണ് ആ ബ്രിട്ടീഷ് ഓഫീസറുടെ ശരീരം തകർത്തത്, ഓരോ സ്ഥലത്തും അയാൾ മണിക്കൂറോളം ചെലവഴിച്ചു. അയാൾ അവിടുത്തെ മണ്ണിലേക്ക് കുനിഞ്ഞിരുന്നു. അവിടെ പതിഞ്ഞു കിടന്നിരുന്ന പഴയ പാദമുദ്രകൾ അയാൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. വിരലുകൾ കൊണ്ട് ആ മുദ്രയുടെ ആഴമളന്നു. കാട്ടിലൊഴുകി വരുന്ന ഗന്ധം അയാൾ ശ്വസിച്ചെടുത്തു. ആ കാടിൻ്റെ നിശബ്ദതയിൽ അയാൾ എന്തോ തിരയുകയായിരുന്നു. അയാളെ ചുറ്റി നിന്ന ബ്രിട്ടീഷുകാർ ഒരു പരിഹാസത്തോടെയാണ് അയാളെ നോക്കിയത്. അക്ബർ ഖാൻ തൻ്റെ ആദ്യത്തെ വിധി പ്രസ്താവിച്ചു. അയാൾ ആ പാദമുദ്രയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, സാബ്, നിങ്ങൾ കരുതുന്നത് പോലെ ഇതൊരു ആൺകടുവയല്ല, ഇതൊരു പെൺകടുവയാണ്. മാത്രമല്ല അതിൻ്റെ ഒരു കാൽവിരലിന് പരിക്കുണ്ട്. ഒരു കാൽ തളർന്ന നിലയിലായതുകൊണ്ട് സ്വാഭാവികമായി ഇരകളെ പിടിക്കുവാൻ അതിന് കഴിയില്ല. അതുകൊണ്ടാണ് അത് മനുഷ്യരെ തേടിയത്. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം മറ്റൊന്നായിരുന്നു. അക്ബർ ഖാൻ പറഞ്ഞു, ഇതൊരു സാധാരണ ആക്രമണമല്ല. ഈ പെൺകടുവ മനുഷ്യരെ വേട്ടയാടുകയല്ല, മറിച്ച് നിങ്ങളെ ഓരോരുത്തരെയും നിരീക്ഷിച്ചുകൊണ്ട് പിന്നാലെ കൂടുകയാണ്.
നിങ്ങൾ എപ്പോഴാണ് പുറത്തിറങ്ങുന്നത്, ഏതുവഴിയാണ് പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം പുറകിലൂടെ വന്ന് ആക്രമിക്കുന്ന ഒരു തന്ത്രമാണ് ഇവൾ പയറ്റുന്നത്. ഇതുവരെ ആരും ചിന്തിക്കാത്ത ഒരു കാര്യമായിരുന്നു അത്. വേട്ടക്കാരൻ ഇരയെ തേടുകയല്ല, മറിച്ച് ഇരകൾ, അതായത് മനുഷ്യൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് വേട്ടയാടുന്ന ഒരു കൊലയാളിയാണത്. അക്ബർ ഖാൻ ആ പെൺകടുവയുടെ ബുദ്ധിയെക്കുറിച്ച് സംസാരിച്ചു. ബ്രിട്ടീഷ് വേട്ടക്കാർക്ക് മനസ്സിലാക്കാത്ത ആ കാടിൻ്റെ നിഗൂഢതകൾ അയാൾ ഓരോന്നായി അഴിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ ബുദ്ധിമാനായ കൊലയാളിയെ നേരിടുക? മച്ചാൻ കെട്ടി കാത്തിരുന്നാൽ അത് വരില്ലെന്ന് ഉറപ്പാണ്. അക്ബർ ഖാൻ ഒരു വലിയ തീരുമാനമെടുത്തു. തൻ്റെ നാട്ടുവൈദ്യത്തിൻ്റെ അറിവുകൾ അയാൾ ഇവിടെ പ്രയോഗിക്കാൻ തീരുമാനിച്ചു. നമുക്ക് ആ പെൺകടുവയുടെ മുന്നിൽ ഒരു ചൂണ്ടയിടണം. ആ ചൂണ്ട മറ്റാരുമല്ല, അത് ഞാൻ തന്നെയായിരിക്കും. തന്നെ സ്വയം ഒരു ഇരയാക്കി ഇട്ടുകൊടുത്തുകൊണ്ട് ആ മൃഗത്തെ പുറത്തെത്തിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആത്മഹത്യപരമായ ഒരു തീരുമാനമായിരുന്നു അത്, അല്ലെങ്കിൽ ഒരു നീക്കമായിരുന്നു അത്. അക്ബർ ഖാൻ തൻ്റെ പ്ലാൻ വ്യക്തമാക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഓഫീസർമാർ പരസ്പരം നോക്കി. ഇവൻ എന്താണ് ഈ പറയുന്നത്? മച്ചാൻ വേണ്ടെന്നോ? അവർക്ക് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം കടുവയെ വേട്ടയാടുന്നതിന് കുറച്ച് രീതികളുണ്ട്. സുരക്ഷിതമായി മരത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മച്ചാനിലിരുന്നാണ് വേട്ടയാടേണ്ടത്. അക്ബർ ഖാൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, സാബ്, നിങ്ങൾ മച്ചാൻ കെട്ടുമ്പോൾ ആ പെൺകടുവ ദൂരെ ഒരിടത്തിരുന്ന് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാകാം. മരം മുറിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദവും നിങ്ങൾ മുകളിൽ കയറിയിരിക്കുന്നതുമെല്ലാം ആ പെൺകടുവ എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടാകാം. നിങ്ങൾ ഇവിടെയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അവൾ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. അവൾ നിങ്ങളെക്കാൾ ബുദ്ധിശാലിയാണ്. താനൊരു ഹക്കീമാണെന്ന് അക്ബർ ഖാൻ അവരെ ഓർമ്മപ്പെടുത്തി. മരുന്നുകളുടെയും ഗ്രന്ഥങ്ങളുടെയും ലോകത്താണ് അയാൾ ജീവിച്ചിരുന്നത്. നമുക്ക് അവളെ പറ്റിക്കണമെങ്കിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെ നിൽക്കണം, അതായത് മനുഷ്യൻ്റെ മണം. അക്ബർ ഖാൻ പറഞ്ഞു. അയാൾ വേട്ടയ്ക്കായി തിരഞ്ഞെടുത്തത് ഒരു പഴയ മഹുവ മരമായിരുന്നു. ആ മരത്തിന് ചുറ്റും കാട് വല്ലാതെ തിങ്ങി നിറഞ്ഞു നിന്നിരുന്നു. വലിയ പുൽക്കാടുകളും മുൾച്ചെടികളും നിറഞ്ഞ ആ പ്രദേശം ആർക്കും പെട്ടെന്ന് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അക്ബർ ഖാൻ ആദ്യം ചെയ്തത് ഒരു ഡമ്മി നിർമ്മിക്കുക എന്നതായിരുന്നു. വൈക്കോലും പഴയ തുണികളും ഉപയോഗിച്ച് ഒരു മനുഷ്യൻ്റെ രൂപം അയാൾ ഉണ്ടാക്കിയെടുത്തു. അതിന് പഴയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. എന്നിട്ട് അതിന് മുകളിലൂടെ അല്പം നെയ്യ് തേച്ചു പിടിപ്പിച്ചു. നെയ്യുടെ ആ ഗന്ധം കാട്ടിലൂടെ ദൂരേക്ക് പടരും. അങ്ങനെ പടർന്ന് അത് കടുവയുടെ അരികിലും എത്തിച്ചേരും. കടുവയെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ ഇരയാണെന്ന് ഒരു തോന്നൽ അതിന് ശക്തമായി തോന്നിക്കും, അല്ലെങ്കിൽ ഒരു സൂചന അതിന് നൽകും. ഖാൻ ആ ഡമ്മി എടുത്ത് മരത്തിൻ്റെ താഴെ ഇരുത്തി. എല്ലാവരുടെയും മനസ്സിലുതിർന്ന ചോദ്യം ഒന്നാണ്, ഖാൻ എവിടെയായിരിക്കും ഇരിക്കുക എന്നത്. എല്ലാവരും കരുതിയത് അയാൾ ദൂരെയുള്ള മറ്റൊരു മരത്തിൽ കയറി ഇരിക്കുമെന്നാണ്. എന്നാൽ അക്ബർ ഖാൻ ചെയ്തത് ആ ഡമ്മി ഇരുത്തിയ മരത്തിൽ നിന്നും അല്പം മാറി ഒരു ചെറിയ കുഴിയിലേക്ക് കയറിയിരിക്കുകയായിരുന്നു ചെയ്തത്. ആ കുഴിക്കുള്ളിൽ പതുങ്ങിക്കിടക്കുകയായിരുന്നു. അതായിരുന്നു അദ്ദേഹം എടുത്ത തീരുമാനം. മരണത്തിന് തൊട്ടടുത്ത് ആ പെൺകടുവയുടെ കാൽപ്പാടുകൾ കേൾക്കാവുന്ന ദൂരത്തിൽ നിലത്ത് കിടക്കുമ്പോൾ താൻ ഇത്രത്തോളം അപകടത്തിലാണെന്ന് അയാൾക്ക് സ്വയം തന്നെ അറിയാമായിരുന്നു. ഒരു ചെറിയ അശ്രദ്ധ മതി ആ ഭൂതം തൻ്റെ കഴുത്തിൽ പിടിക്കാൻ. അയാളുടെ ഉള്ളിൽ നേരിയ ഒരു ഭയമുണ്ടായിരുന്നു. എങ്കിലും കാടിനോടുള്ള അയാളുടെ ആത്മവിശ്വാസം അതിനേക്കാൾ വലുതായിരുന്നു. സൂര്യൻ അസ്തമിച്ചു. കാടിൻ്റെ ഓരോ ഭാഗവും ഇരുട്ടിലേക്ക് ആണ്ടുപോയി. ആ മഹുവ മരത്തിന് ചുറ്റുമുള്ള അന്തരീക്ഷം ഭീകരമായി മാറി. അക്ബർ ഖാൻ ആ കുഴിക്കുള്ളിൽ ചലനമറ്റതുപോലെ കിടന്നു. ചുറ്റുമുള്ള പുല്ലുകൾ കാറ്റിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന ശീൽക്കാര ശബ്ദം അയാളുടെ കാതുകളിൽ പ്രകമ്പനം കൊള്ളിക്കുന്നത് പോലെ തോന്നി. രാത്രി കാട്ടിലെ പക്ഷികളും മറ്റു മൃഗങ്ങളും നിശബ്ദരായി. ആ നിശബ്ദതയ്ക്ക് ഒരു വല്ലാത്ത ഭാരമുണ്ടായിരുന്നു. തൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം പോലും കാടിന് കേൾക്കാൻ കഴിയുമോ എന്ന് അയാൾ ഒരു നിമിഷം ചിന്തിച്ചു. മണിക്കൂറുകൾ കടന്നുപോയി. പെട്ടെന്ന് ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് മരത്തിന് മുകളിൽ നിന്നും ലങ്കൂർ കുരങ്ങുകൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അതൊരു മുന്നറിയിപ്പായിരുന്നു. ആ പിശാച് എത്തിയിരിക്കുന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ്. അക്ബർ ഖാൻ തൻ്റെ ശ്വാസം അടക്കി പിടിച്ചു. ഒന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും എന്തോ ഒന്ന് തൻ്റെ അടുത്തേക്ക് നീങ്ങുന്നുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. ഉണങ്ങിയ പുല്ലിന് മുകളിലുള്ള ആ മൃദുവായ കാൽവെപ്പുകൾ
വ്യക്തമായി ഖാന് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, അതിന് പുറകെ ആ പെൺകടുവയുടെ ഗന്ധവും ഇപ്പോൾ അയാൾക്ക് അനുഭവപ്പെട്ടു. അവൾ ഡമ്മിയെ ലക്ഷ്യം വെച്ചാണ് വന്നത്. അതോ തന്നെ ഇനി കണ്ടു കാണുമോ? ആ ലങ്കൂർ കുരങ്ങന്മാരുടെ ഭീതിജനകമായ കരച്ചിൽ ആ കൊടുങ്കാടിൻ്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് നാലുപാടും മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. അക്ബർ ഖാൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർപ്പ് പാഞ്ഞുപോയി. മൃഗങ്ങളുടെ ഓരോ ശബ്ദവും തിരിച്ചറിയാൻ കഴിയുന്ന അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു, താൻ കേട്ട ശബ്ദവും തനിക്ക് കിട്ടിയ ഗന്ധവും ആ പെൺകടുവയുടേത് തന്നെയാണെന്ന്. കാട് പെട്ടെന്നാണ് വീണ്ടും നിശബ്ദമായത്. പക്ഷേ ആ നിശബ്ദതയ്ക്ക് മരണത്തിൻ്റെ ഒരു ഭാരമുണ്ടായിരുന്നു. അക്ബർ ആ ഇടുങ്ങിയ കുഴിക്കുള്ളിൽ ചലനമറ്റൊരു ശിലയെപ്പോലെ കിടന്നു. അദ്ദേഹം തൻ്റെ വിരൽ വെച്ചിരിക്കുന്നത് ആ തോക്കിൻ്റെ ട്രിഗറിന് മുകളിലാണ്. ഓരോ സെക്കൻഡും ഒരു യുഗം പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹം തൻ്റെ കണ്ണുകൾ അടച്ച് കാതുകൾ കൂർപ്പിച്ച് ആ കടുവയുടെ സാന്നിധ്യം തിരയുകയായിരുന്നു. താൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഡമ്മിയുടെ അരികിലേക്ക് ആ കടുവ വരുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിചാരം. എന്നാൽ അതുമുണ്ടായില്ല. കാറ്റിൽ ആ പഴയ നെയ്യുടെ ഗന്ധം അലിഞ്ഞു ചേർന്നു തുടങ്ങി. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പിൻഭാഗത്തെ പുല്ലുകൾക്കിടയിൽ നിന്നും അതീവ സൂക്ഷ്മമായ ഒരു ശബ്ദം ഉയർന്നത്. ഉണങ്ങിയ പുല്ലുകൾ തമ്മിൽ വളരെ പതുക്കെ ഉരസുമ്പോഴുള്ള ശബ്ദം. അക്ബർ ഖാൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. ആ ശബ്ദം ഇപ്പോൾ കേട്ടിരിക്കുന്നത് ഡെമ്മിയുടെ അടുത്തല്ല. അവൻ ഡെമ്മിയുടെ അടുത്തേക്കുമല്ല പോകുന്നത്, മറിച്ച് തൻ്റെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവൾ എന്നെയാണല്ലോ പടച്ചവനെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ഉള്ളിൽ ചിന്തിച്ചു. അതൊരു സാധാരണ മൃഗമല്ലെന്ന് അക്ബറിന് അപ്പോൾ ഒന്നുകൂടി ഉറപ്പായി. താൻ ഒരുക്കിയ കെണിയിൽ വീഴാൻ അവൾ തയ്യാറല്ല. അവൾക്ക് തൻ്റെ സാന്നിധ്യം മനസ്സിലായിരിക്കുന്നു. ആ പെൺകടുവ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നിൽ ആ കുഴിയുടെ വെളിയിലുണ്ട്. വന്യമൃഗത്തിൻ്റെ ആ കടുത്ത ഗന്ധം അദ്ദേഹത്തിൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. ചീഞ്ഞ മാംസത്തിൻ്റെയും കാടിൻ്റെയും ഒരുതരം വല്ലാത്ത മണം അദ്ദേഹത്തിൻ്റെ ഓരോ കോശങ്ങളെയും അത് മരവിപ്പിച്ചു കളഞ്ഞു. തൻ്റെ പുറകിൽ അവളുടെ ശ്വാസം തട്ടുന്നത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ആ ശ്വാസത്തിൻ്റെ ചൂട് പോലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പെട്ടെന്നാണ് ആ കുഴിയുടെ വക്കിൽ നിന്നും കുറച്ച് മൺതരികൾ താഴേക്ക് വീണത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. താൻ തേടിയ ആ കടുവ തൻ്റെ കുഴിയുടെ വക്കിൽ വന്ന് നിൽക്കുകയാണ്. ആ പെൺകടുവയുടെ ആ വലിയ ഭാരം കുഴിയുടെ വക്കിൽ അനുഭവപ്പെട്ടപ്പോൾ അക്ബർ ഖാൻ്റെ ശ്വാസം ഏകദേശം നിലച്ചു പോയതുപോലെയായി. മണ്ണ് സാവധാനം കുഴിയുടെ ഉള്ളിലേക്ക് ഇടിഞ്ഞു വീണുകൊണ്ടിരുന്നു. ആ നിമിഷം അദ്ദേഹം ഭയപ്പെടുത്തുന്ന ഒരു സത്യം തിരിച്ചറിഞ്ഞു. താൻ നിർമ്മിച്ച ആ ഡമ്മി ആ മൃഗം പാടെ അവഗണിച്ചിരിക്കുന്നു. അവളിപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അവളുടെ ഇര ഈ മണ്ണിലെ കുഴിക്കുള്ളിലുണ്ട് എന്ന്. ഡമ്മിയിൽ പുരട്ടിയിരിക്കുന്ന നെയ്യുടെ ഗന്ധത്തേക്കാൾ അവൾക്ക് താല്പര്യം അക്ബറിൻ്റെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ചൂടുള്ള മനുഷ്യരുടെ ഗന്ധത്തോടായിരിക്കാം. നമ്മൾ ഇതിനു മുന്നേ ചെയ്ത പല കഥകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കടുവകൾക്ക് ഘ്രാണശേഷി വളരെ കുറവാണ്. പക്ഷേ ഈ കഥയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നതും. അവൾ അവളുടെ തല പതുക്കെ കുഴിക്കുള്ളിലേക്ക് താഴ്ത്തി. ആ ഇരുട്ടിലും അവളുടെ തിളങ്ങുന്ന മഞ്ഞ കണ്ണുകൾ തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് അക്ബർ ഖാൻ കണ്ടു. തൻ്റെ മരണം തൊട്ടു മുന്നിൽ എത്തിയിരിക്കുന്നുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അദ്ദേഹം തളർന്നില്ല. ഒരു സാധാരണ മനുഷ്യൻ ഇത്തരം സാഹചര്യങ്ങളിൽ ഭയം കൊണ്ട് ഉച്ചത്തിൽ നിലവിളിക്കും. എന്നാൽ അദ്ദേഹം ഇവിടെ ഒരു അതിസാഹസികമായ നീക്കം നടത്താൻ തീരുമാനിച്ചു. തൻ്റെ തൊണ്ടയുടെ ആഴങ്ങളിൽ നിന്നും ഒരു ഭീമാരമായ ശബ്ദം അദ്ദേഹം പുറപ്പെടുവിച്ചു. ഒരു വലിയ കരടിയുടെ മുരൾച്ച. ആ കൊടുങ്കാടിൻ്റെ നിശബ്ദതയിൽ പെട്ടെന്ന് ഒരു കരടിയുടെ ശബ്ദം കേട്ടതും ആ പെൺകടുവ ഒരു നിമിഷം അമ്പരന്ന് പോയി. കാട്ടിലെ ഏറ്റവും ധൈര്യമുള്ള ജീവികളിൽ ഒന്നായ കരടി തന്നെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണെന്ന് അവൾ ഭയന്നു കാണണം. ആ ഒരു സെക്കൻഡ് പതർച്ച, അതായിരുന്നു അക്ബർ ഖാന് വേണ്ടിയിരുന്നത്. അവൾ തൻ്റെ കാലുകൾ ഒന്ന് പിന്നിലേക്ക് വലിച്ചു. ആ നിമിഷാർത്ഥത്തിൽ അക്ബർ ഖാൻ ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ചതുപോലെ കുഴിക്കുള്ളിൽ നിന്നും ചാടി എഴുന്നേറ്റു. എല്ലാം വളരെ വേഗമായിരുന്നു. ഒരു മിന്നൽ വേഗത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ തോക്കിൻ്റെ കുഴൽ ആ കടുവയ്ക്ക് നേരെ ചൂണ്ടി. ആ കടുവ അപ്പോഴേക്കും നേരത്തെ ഉണ്ടായ ആ ഷോക്കിൽ നിന്നും മുക്തമായിരുന്നു. ഖാനെ കണ്ടതും അവൾ വാ തുറന്ന് ചെറുതായൊന്നും മുരണ്ടു. എന്നിട്ട് ആക്രമിക്കുവാൻ കൂപ്പുകൂട്ടി. അവളുടെ ലക്ഷ്യം അക്ബർ ഖാനാണ്. അക്ബർ ഖാൻ്റെ തോക്ക് ചൂണ്ടി നിൽക്കുന്നത് ആ കടുവയുടെ നേരെയും. പിന്നെ ഒട്ടും വൈകിയില്ല. ട്രിഗർ അമർന്നു. ആ ഭീകരമായ വെടിയൊച്ച
കാടിൻ്റെ അതിരുകളെ നടുക്കിക്കൊണ്ട് ആ കാടിനെ തന്നെ പ്രകമ്പനം കൊള്ളിച്ചു. വെടിയുണ്ട അവളുടെ വായു തുളച്ച് തലച്ചോറിലേക്ക് തുളച്ച് കയറി. അക്ബറിന് നേരെ ചാടാൻ ഒരുങ്ങിയ ആ ഭീമൻ അവിടെ തന്നെ മറിഞ്ഞു വീണു. പുകയുടെ രൂക്ഷവും വെടിമരുന്നിൻ്റെ മണവും ആ കുഴിക്കുള്ളിൽ നിറഞ്ഞു. തൻ്റെ തൊട്ടടുത്ത് ആ പെൺകടുവ കിടക്കുന്നു. ഭാരമേറിയ ശരീരം ചലനമറ്റ് കിടക്കുന്നു. അക്ബറിനിപ്പോൾ നല്ലപോലെ അറിയുവാൻ കഴിയുന്നുണ്ട്. അവളുടെ ചൂടുള്ള രക്തം തൻ്റെ വസ്ത്രങ്ങളിലേക്ക് പടരുകയാണ്. എല്ലാം പെട്ടെന്ന് അവസാനിച്ചു. ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്നും ആളുകൾ തീപ്പന്തങ്ങളുമായി ശബ്ദം കേട്ട ആ ദിക്ക് ലക്ഷ്യമാക്കി അവിടുന്ന് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. അക്ബറിൻ്റെ തോക്കിൽ നിന്നും ഉയർന്ന ആ ഭീകരമായ വെടിയൊച്ചയുണ്ടല്ലോ, ആ താഴ്വരകളെ വിറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയമൊന്നും ഗ്രാമത്തിലെ ആളുകളെ കാത്ത് അവിടെ നിൽക്കേണ്ട കാര്യം വന്നില്ല. ദൂരെ നിന്നും തീപ്പന്തം പിടിച്ചുകൊണ്ടുവരുന്ന ആ വലിയ സംഘത്തെ അക്ബർ ഖാൻ കണ്ടു. അവിടേക്കെത്തിയ ആളുകൾക്ക് ആ കാഴ്ച കണ്ടതും വളരെയധികം സന്തോഷമായി. ആലിക്കട്ടിലെ ആ ഗ്രാമത്തിലെ ആളുകൾ ഇത് കണ്ടതും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇനിയും അവർക്ക് ഭയപ്പെടാതെ അവരുടെ ഗ്രാമത്തിലെ കുടിലുകളിൽ ഉറങ്ങാം. ഇനിയും ആ കടുവ വരുന്നുണ്ടോ എന്നും വാതിലുകളുടെ ഉറപ്പും പരിശോധിക്കേണ്ട കാര്യമില്ല. കാരണം ആ നരഭോജി, ആ പ്രേതക്കടുവ എന്നേക്കുമായി അവരുടെ ഗ്രാമത്തിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ ഈ കഥ അവസാനിക്കുമ്പോൾ ആ കടുവ എങ്ങനെയാണ് ആ മരങ്ങളിൽ തൻ്റെ ഇരകളെ കൊണ്ടുവച്ചിരുന്നതെന്ന് ഈ കഥയിൽ വ്യക്തമായി പറയുന്നില്ല. അതുകൊണ്ട് ആ സംശയം മാത്രം ഇവിടെ ബാക്കി നിർത്തി നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക. അപ്പോൾ പുതിയ കഥകളുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് ബൈ.